ഇന്ന് കുട്ടികളൊക്കെ ഒരുപാട് മാറിപ്പോയി എന്ന് എല്ലാവരും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്. പഴയ കുട്ടികളെ പോലെ അല്ല, ഇന്നത്തെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്താണ് ഇതിന് കാരണം? അവർ മാറാനെന്താ കാരണം? കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ അവരെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസം അമ്മയിൽ നിന്നാണ്. പിന്നെയോ വീട്ടിൽ നിന്ന്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് അനുകരിച്ച് പഠിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ വീട്ടിൽ എന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നു, ഇതെല്ലാം അവർ നോക്കിക്കാണുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇതെല്ലാം പഠിക്കുന്നത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനം വീടാണ്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ വരുന്നവരോട് പെരുമാറുന്ന രീതി, നമ്മുടെ സംസാര രീതി, ഇതെല്ലാം അവരെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ അവരതല്ലേ പഠിക്കുള്ളൂ. നമ്മുടെ സ്വഭാവം തന്നെയല്ലേ കൂടുതലും അവർ പഠിക്കുന്നത്. പിന്നെ അവർ പുറത്തു പോയി വളർന്ന് വലുതാവുമ്പോൾ പലതും അവർ പഠിക്കുകയായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അവരെന്താണോ അത് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ജന്മവാസന എന്നൊക്കെ പറയാം. ചില സ്വഭാവങ്ങളിൽ അവർക്ക് ജന്മനാൽ ഉണ്ടാവാം. പക്ഷേ അതല്ലാത്ത സ്വഭാവങ്ങൾ രൂപീകരിച്ചതിൽ മുഖ്യമായ പങ്ക് നമുക്ക് തന്നെയാണ്. നമ്മളാണ് അവിടെ തെറ്റുകാർ. നമ്മൾ ആ തെറ്റുകൾ മനസ്സിലാക്കണം. കുട്ടികളോട് എപ്പോഴും നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കാനും നമ്മുടെ ബന്ധുജനങ്ങളോട് പെരുമാറേണ്ട കാര്യങ്ങളും സുഹൃത്തുക്കളോട് പെരുമാറേണ്ട കാര്യങ്ങളും എല്ലാം കുട്ടിക്കാലത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ ആ രീതിയിൽ നല്ല കുട്ടികളായിട്ട് വളരും. അവർ അപ്രകാരം വളരാത്തതിന് കാരണം നമ്മൾ തന്നെയാണ്. ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ, കോമ്പറ്റീഷൻ ലൈഫിൽ നമ്മളിങ്ങനെ മത്സരം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള മത്സരങ്ങൾ, അവരുടെ കുറ്റങ്ങൾ, കുറവുകൾ, ഇതെല്ലാം അവരും കേട്ടുപഠിക്കുന്നത്. അപ്പോൾ പിന്നെ അവരങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവരങ്ങനെ തന്നെ ആയിത്തീരും, അത് ഉറപ്പാണ്. കാരണം അവർ പഠിക്കുന്നതൊക്കെ നമ്മളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്താലല്ലേ അവരും നന്നായിട്ട് പഠിക്കുള്ളൂ. പക്ഷെ നമ്മൾ തെറ്റായ വിദ്യാഭ്യാസം കൊടുത്താലോ അവരൊരിക്കലും നല്ലത് പഠിക്കില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം.